കഴിഞ്ഞ ദിവസം നേഷൻ ഫസ്റ്റിൽ മേഘ എടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോയിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ അറിയപ്പെട്ടിരുന്ന ഗോപാൽജി. അതെ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുമ്പോൾ നിയമസഭയിൽ BJP-യുടെ നേതാവ് ഉണ്ടാകും, അല്ലെങ്കിൽ BJP റെപ്രസെന്റ് ചെയ്ത് നിയമസഭയിലേക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്. അതിനപ്പുറം അതിന് താഴെ വരുന്ന കമന്റുകളിൽ ചിലരെങ്കിലും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് കുറഞ്ഞത് 20 പേരെങ്കിലും നിയമസഭയിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതൊക്കെ ഇവര് കാണുന്ന വെറും പകൽ സ്വപ്നം, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നമായി മാത്രമാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതോ BJP-യെ സംബന്ധിച്ച് ഇപ്പോഴുള്ള വളർച്ച നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോപാൽജിയുടെ ആ ഒരു ഡാൻസിന്റെ ഫാൻസ് ആണ് എല്ലാവരും. അദ്ദേഹത്തിന്റെ ആ ഒരു ഡാൻസ് തന്നെയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം പിടിച്ചെടുത്ത സമയത്ത് പുള്ളി വീണ്ടും കളിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. അല്ലാതെ തന്നെ ആ ഒരു ഡാൻസ് വളരെ റീൽസിനകത്തിലൊക്കെ വീണ്ടും വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ BJP-യുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവർ വെറുതെ അങ്ങനെ ഒരു കാര്യം പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഏകദേശം കുറെ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ഏറെക്കുറെ പല സ്ഥലങ്ങളിലും BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ കേട്ടുപരിചിതമല്ലാത്തൊരു രീതിക്ക് അപ്പുറത്തേക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എല്ലാവരും BJP-യുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, കേന്ദ്രത്തിൽ നിന്നുള്ള പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന്റെ അപ്പുറത്തേക്കും അത് BJP-യുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന തലങ്ങളിലേക്ക് ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ ഇവർക്ക് ജനങ്ങളെ മാറ്റാൻ സാധിച്ചു. അതെ, കോൺഗ്രസ് കൊണ്ടുവന്ന പല പദ്ധതികളുടെയും പേര് മാറ്റി PR വർക്കുകൾ ചെയ്ത് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് പിന്നീട് അത് നമ്മളിപ്പം ഏറ്റവും നമുക്കറിയാം ജനൌഷധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വില കുറച്ച് മരുന്നുകൾ നൽകുന്നത്, അതിനെപ്പോലെ മോദിയുടെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കൃത്യമായ PR വർക്ക് പൊതുജനങ്ങൾക്കിടയിൽ BJP നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് BJP ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അതൊരു ഇനിയിപ്പോ BJP-ക്ക് ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ ഈ ഗോപാൽജിയുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് 100% കോൺഫിഡൻസ് തന്നെയാണ്. ഇത് തന്നെ ഈ ഗോപാൽജി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കേട്ടു, ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കേട്ടു. ഇനിയിപ്പോ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ രാജേഷ്, അതേപോലെ തന്നെ ശ്രീലേഖ IPS, BJP-യുടെ മുഖങ്ങളായി മാറിയിട്ടുള്ള എല്ലാവരിലും ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അവര് തിരുവനന്തപുരം എടുക്കുമെന്ന് പറഞ്ഞു, വൻ ഭൂരിപക്ഷത്തോടെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന തലങ്ങളിലേക്ക് പോയി. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഗോപാൽജി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, BJP വേര് ഓടിയിരുന്ന പല സ്ഥലങ്ങളിലും BJP-ക്ക് വോട്ട് ഷെയർ 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുമുണ്ട്. അതും ഒരു ട്വിസ്റ്റ് തന്നെയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ പ്രതീക്ഷിക്കുന്ന ചിലപ്പോ ഇനിയിപ്പോ ഈ പറയുന്ന രീതിയിൽ വർക്കുകൾ കൂടുതലായിട്ടും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സീറ്റുകളും പിന്നെ എന്തെങ്കിലുമൊക്കെ കാലക്രമേണ കൈവിട്ടുപോയ സീറ്റുകളിലേക്കും വർക്കുകൾ കൂടുതൽ നടക്കാനും, പിന്നെ തിരുവനന്തപുരം ഏകദേശം തട്ടയമായി മാറിയിട്ടുണ്ട്. BJP-ക്ക് അത്യാവശ്യം തട്ടയമായി മാറി. പിന്നെ പല പാർട്ടി ഗ്രാമങ്ങളും പതിയെ BJP ഗ്രാമങ്ങളായി മാറ്റപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് നല്ല രീതിയിൽ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, ഇടതുപക്ഷത്ത് നിന്നും കാലം മാറുന്ന ആൾക്കാർ BJP-യിലേക്ക് പോവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ കോൺഗ്രസിലേക്ക് പോയാലും സ്വന്തമായ ഒരു TPA പോലെയൊക്കെ തന്നെ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ച് പോയാലും ശരി, BJP-യിലേക്ക് പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഇടതുപക്ഷത്തിനൊന്നും ഇപ്പൊ ഇല്ല. പല ആൾക്കാരും കൂട്ടത്തോടൊക്കെ BJP-യിലേക്ക് പോകുന്നു. പണ്ടൊക്കെ പറയുമായിരുന്നു കേരളത്തിൽ അങ്ങനൊന്നും നടക്കുന്നില്ല, അങ്ങ് വടക്ക് സംസ്ഥാനങ്ങളിലായിരിക്കാം ഈ ഇടതുപക്ഷത്ത് നിന്ന് മാഞ്ഞു പോയിട്ടുള്ള ആൾക്കാര് ഈ പറയുന്ന BJP-യിലേക്ക് പോയിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, സീറ്റ് ലഭിക്കുന്ന അല്ലെങ്കിൽ സീറ്റ് ജയിക്കുമെന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ CPM-കാരൊക്കെ മാറി BJP-യിലേക്കൊക്കെ പോയി. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ഇനിയിപ്പോ നിയമസഭ, കാരണം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ടൈപ്പ് എല്ലാം ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല. അതെ, ഈ പറയുന്ന കണ്ണൂരിലും കൊല്ലത്തൊക്കെ ഇത്തരത്തിൽ നമുക്കറിയാം LDF-ന്റെ കോട്ട അല്ലെങ്കിൽ LDF-ന്റെ കുത്തക എന്ന് അവകാശപ്പെടുന്ന പലയിടങ്ങളിലും ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു BJP-യുടെ ചെറുതെങ്കിലുമുള്ളൊരു വിജയം അവർ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ ഇത്രയും ഇപ്പോ LDF-ന്റെ ഭാഗത്ത് നിന്ന് ഒരു സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോ VD സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറവൂരിൽ ഇത്തരത്തിലൊരു അലൈൻമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന അലയൻസ് നടക്കുന്നുണ്ട് BJP-യും UDF-ഉം തമ്മിൽ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ BJP-യും കോൺഗ്രസും തമ്മിൽ ഒരു സഖ്യം ചേരുന്നത് കൊണ്ടാണ് ഇത്രയും നാളുകളായിട്ടും VD സതീശൻ വിജയിച്ചു വരുന്നത് എന്നുള്ള രീതിയിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു വാദം വെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന യഥാർത്ഥത്തിൽ LDF ആണോ അതോ UDF ആണോ BJP-യുമായി സഖ്യം ചേരുന്നത് എന്നുള്ളൊരു സംശയം ഇന്നിപ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. BJP ആണോ സഖ്യം ചേരുന്നതെന്ന് ശബരിമല വിഷയത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെക്കാട്ടിലും അത് സർക്കാരിനെതിരെ ഉപയോഗിച്ചത് BJP ആയിരുന്നു. പക്ഷെ പിന്നീട് സ്വർണ്ണക്കൊള്ള വന്നതിന് ശേഷം BJP-കാരുടെ ഒരു അനക്കം കാണുന്നില്ല. അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരായി മാറ്റപ്പെടുന്ന ഒരു രീതി.
പലരും പ്രതികരിക്കുന്ന പോലും കോൺഗ്രസ് നേതാക്കളായിരുന്നു പ്രതികരിച്ചത്. ഒരു ട്രെൻഡായി മാറി. ഏതെങ്കിലും ഒരു CPM നേതാവിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ വാ തുറന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയുന്നതും, ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കൊള്ളയുടെ വിഷയം പറയുന്നതും ഒരു ട്രെൻഡായ മാറിയ കാലമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശത്തിന് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഏത് രാഷ്ട്രീയ വിഷയം ചോദിച്ചു കഴിഞ്ഞാലും ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും കറങ്ങിത്തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ BJP നേതാക്കന്മാരൊന്നും അത്രത്തോളം ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നപ്പോൾ തന്നെ നമുക്ക് തോന്നി എന്തോ ഒരു തമ്മിൽ ധാരണപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു SIT അന്വേഷണം ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇതെങ്ങും എത്താൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും ഒരു BJP നേതാവും അത് എടുത്തു വെച്ച് അലക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഗോപാൽജി പോലും അതെ, തീർച്ചയായിട്ടും പ്രതികരണങ്ങളിലേക്കൊന്നും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്നു വന്നപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് BJP വലിയ രീതിയിൽ അത് വിവാദമാക്കുമെന്നും BJP അതിനെ വോട്ടാക്കാൻ ശ്രമിക്കുമെന്നുമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നത് ഈ പറയുന്നത് പോലെ BJP അതിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കേരളത്തിൽ BJP ഇത്തരത്തിലൊരു ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഈ ഒരു നേതാക്കന്മാരായിരുന്നു പറയുമ്പോൾ ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഇവർക്ക് ഈ പറയുന്ന സീറ്റ് കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം LDFന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ CPM കോൺഗ്രസോ ചോദിച്ചെടുത്തു നിന്നും സൂചനകൾ തരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഗോപാൽജി പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം മേയർ പറയുന്ന കേട്ടിരുന്നു, LDF ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ഒന്ന് ജയിച്ചു കയറിയ കക്ഷി അവിടെ മേയർ ഊട്ടിയുടെ ഒരു പരാജയം കൊണ്ടാണ് തിരുവനന്തപുരം കൈവിട്ടു പോയതെന്ന് ഓപ്പോസിറ്റ് കക്ഷികളൊക്കെ വാദിക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു തുറന്ന പ്രസംഗം എന്ന രീതിയിൽ, തുറന്ന പറച്ചിൽ എന്ന രീതിയിൽ ഇവിടെ അങ്ങനെ LDF ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് രാജേഷ് ഈ മാധ്യമങ്ങളെ കണ്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗോപാൽജി പറഞ്ഞിട്ടുള്ളതും കോൺഗ്രസിന്റെ ആദർശക്കുറവും കോൺഗ്രസിന്റെ ആദർശ പ്രശ്നങ്ങളും തന്നെയാണ് ഒരു പൊതുവെ ചൂണ്ട് കാണിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസിന് കൃത്യമായ ദേശീയ നേതാക്കളില്ല, കോൺഗ്രസിന് കൃത്യമായ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ചിന്തിക്കണം എവിടെ ഇരുന്നാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത്. ഇത്രയും നാളുകളായി ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ 2 തവണ ഈ പറയുന്ന LDF വിജയിച്ച അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും കോൺഗ്രസിന് കേരളത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് തെല്ലും ചെറുതല്ല എന്നുള്ളത് പോലും ഈ പറയുന്ന ഗോപാൽജി ഒന്ന് ഓർക്കണമായിരുന്നു. അങ്ങനെയല്ലെങ്കിലും പുള്ളിയെ പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി സഹായിച്ചില്ലേ? അതെ, എന്നിട്ട് അതുപോലെ അതിനുള്ള നന്ദി പോലും കാണിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു നന്ദിയെങ്കിലും അല്ലെങ്കിൽ അതെങ്കിലും ഒന്ന് കോൺഗ്രസിനോട് കൊടുക്കാമായിരുന്നു എന്നുള്ള രീതിയാണ്. ഇനിയിപ്പോ പറയുന്ന നിയമസഭയിൽ ഉറപ്പായിട്ടും ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇനി പിണറായി സർക്കാരിന്റെ നിയമസഭയിൽ ഞങ്ങൾ കയറുമെന്നാണോ ഉദ്ദേശിച്ചത് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ഒരു കരാർ എന്ന രീതിയിൽ ഞങ്ങൾ ഭരിക്കും, നിങ്ങൾക്കൊരു സീറ്റ്. അല്ലെങ്കിൽ പണ്ട് സിനിമകളിലൊക്കെ കണ്ട പോലെ അതേപോലെ ഗോപാൽജി പിണറായി കൂട്ടുകെട്ടായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. ഇനി സ്പീക്കറായിട്ടൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ ഒരു BJP പ്രതിനിധിയെ നമുക്ക് പരിഗണിക്കാം എന്ന തലങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു പ്രതിനിധി ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ഇനി ഏത് സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന വോട്ട് ഷെയർ കൂടാൻ പോകുന്നത്, ഈ പറയുന്ന തിരുവനന്തപുരം തട്ടകത്തിന്റെ അപ്പുറത്തേക്കും കട്ടായം വെക്കാൻ പോകുന്ന മറ്റ് ജില്ലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നിയമസഭയിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും പിണറായി ഗോപാൽജി കൂട്ടുകെട്ടിനായിട്ട് ഒരു പോര് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇനി ഒരു വലിയ രീതിയിലൊരു മാറ്റം നിയമസഭയിൽ എന്താവും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം.